ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ഞാൻ രക്ഷിക്കാൻ വന്നതല്ലേ. ഏയ്, എന്താ നിന്റെ കയ്യില്? എല്ലാം അവസാനിച്ചു. പോയല്ലോ, എന്റെ അച്ഛൻ ഈ ലോകത്തിറങ്ങിക്കഴിഞ്ഞു. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. ഞാൻ ഈ ലോകത്തെ കീഴടക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. നശിപ്പിക്കും. അല്ല, ഇവൻ ചിന്റുവിന്റെ മോനാണെന്ന് നിനക്ക് അറിയോ? എന്തേ, നിനക്കെന്താ അതിൽ സംശയം ജൂലി? ചേച്ച, നീ പറയുന്നത് സത്യമായിരിക്കില്ല. അവന്റെ മുഖം നോക്ക്. ഇതൊരു മുഖാണോ? പേടിയാവുന്നു. No! ഞാൻ വീണ്ടും വരും. എന്താണ് അത് രൂപം മാറി അവിടെ പടമായി പോയി കിടക്കുന്നത്? ജൂലി, നിങ്ങളെ നശിപ്പിക്കാതെ ഞാൻ വിടില്ല. ഞാനൊരു 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, മന്ത്രത്തിലെ മന്ത്രം കൊണ്ടേ വിജയിക്കാൻ പറ്റൂന്ന്. ഉണ്ടായിരുന്ന പല്ലെവിടെ? എന്റെ മാന്ത്രിക ശക്തി കൊണ്ട് അതെല്ലാം നശിച്ചു പോയി. എന്നാ പോവാം. ജൂലിയെ പോലെ മന്ത്രങ്ങളെല്ലാം പഠിച്ചു വച്ചിരിക്കുന്നല്ലോ. ഇവളാരാണ്? എന്റെ ദൈവമേ! ഞാൻ വീണ്ടും വരുവടാ. ഷിൻഡു ഈ ലോകത്തേക്ക് വരാതെ ഞാൻ തടുത്തു. എന്റെ ജോലി തീർന്നു. ഞാൻ ഭാവി കാലത്തിലേക്ക് പോവുകയാണ്. പോട്ടെ. നീ തീർച്ചയായിട്ടും തിരിച്ചു പോണോ? ഇനി കുറച്ചു ദിവസം കൂടി ഇവിടെ ഇരുന്ന് ദുഷ്ടശക്തികളൊക്കെ നശിപ്പിച്ചിട്ട് പോയാ പോരെ? ഭൂതകാലവും ഭാവികാലവും കൂടി ഒന്നു ചേർന്നാൽ പിന്നീട്... അതെ, നീ ഇവിടെ ഉണ്ടെങ്കിൽ ആവശ്യമില്ലാതെ പല പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് നീ പൊയ്ക്കോ. എനിക്കൊരു ചെറിയ സംശയം. ഭാവിയിലെ അങ്കിൾ നിന്നെ മന്ത്രമൊക്കെ പ്രയോഗിക്കാൻ അനുവദിക്കുന്നുണ്ടോ? അതെ, അനുവദിച്ചുകൊണ്ടല്ലേ ഞാൻ വന്നത്. പക്ഷെ ഇവളെപ്പോലുള്ള ചെറിയ കുട്ടികളെ സമ്മതിക്കരുത്. ആദ്യം നീ പോ. ഒരു കാര്യം മറന്നു. ചില കാര്യങ്ങൾ ചിലരോട് പറയാതെ ചെയ്യുന്നതാണ് രസം. ജൂലി, ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചതിന് വളരെ നന്ദിയുണ്ട്. നിങ്ങൾ സൂക്ഷിക്കണം. പിന്നെ വേറൊരു കാര്യം, കഴിഞ്ഞ കാലത്തിൽ നീ എങ്ങനെയായിരുന്നല്ലോ എന്നോർത്ത് ഞാൻ അഭിമാനിക്കുന്നു. എനിക്ക് ഏത് കാലത്തിൽ എന്ത് പ്രശംസ ലഭിച്ചാലും അത് നിങ്ങൾക്കുള്ളതാണ് ജാക്കി. ശരി, ഞാൻ പുറപ്പെടുന്നു.